നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതിക്കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ അത് മറന്നു പോകുമോ എന്നുള്ള ഭയത്താൽ ഹൈ സ്പീഡിൽ അതിങ്ങനെ ചൊല്ലിക്കേൾപ്പിച്ചിരുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. നബിക്ക് പേടിയായിരുന്നു ജിബ്രീൽ ഇങ്ങനെ ഓതിന് കേൾപ്പിക്കുമ്പോൾ അത് മറന്നു പോകുമോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഹിഫ്ളാക്കാനും പാരായണം ചെയ്യാനും വേണ്ടി പെട്ടെന്ന് വളരെ സ്പീഡിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ ഓതിയിരുന്നു. ആ സമയത്ത് വചനം ചെയ്തത് പേടിക്കേണ്ട നബി, എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങളൊരിക്കലും ഭയപ്പെടേണ്ട, സാവകാശം ഓതിയാൽ മതി. വറത്തിലിൽ ഖുർആന തർത്തീല, നിങ്ങൾ നിർത്തി സാവകാശം ഓതിക്കോളൂ, പേടിക്കണ്ട. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഅ് ഖുർആന. നമുക്കൊക്കെ സുപരിചിതമായ സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, നിന്റെ നാവിട്ട് ചലിപ്പിക്കണ്ട നബിയേ, ലാ തുഹർരിക് ബിഹി ലിസാനക, താങ്കളുടെ നാവ് ഇങ്ങോട്ട് പടക്കണ്ട, ലിതഅജല ബിഹി, സ്പീഡ് കൂട്ടിയിട്ടേ, പേടിക്കണ്ട, നിങ്ങൾ മറക്കൂല അല്ലേ. സനുഖ്രിഉക ഫലാ തൻസ, വഴിയെ നാം നിങ്ങൾക്ക് ഓരിത്തരുകയാണ്, ഞാനാണ് ഓരിത്തരുന്നത്, എന്തിനാ പേടിക്കുന്നത്? പേടിക്കണ്ട, ഞാൻ ഓരിത്തരുന്നു. ഫലാ തൻസ, നിങ്ങൾ എന്ത് ചെയ്യൂല നബിയെ, നിങ്ങൾ മറക്കൂല, പേടിക്കണ്ട. എന്തൊരാശ്വാസത്തിൻ്റെ വാക്കാൽ. നമ്മൾ ചിലപ്പോൾ നമ്മളെ കുട്ടികൾ ഏതെങ്കിലും ഇതിനത് മറന്നു പോകുക അല്ലെങ്കിൽ പേടിച്ചിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, പേടിക്കണ്ട, സാവകാശം ഓതിയാൽ മതി, നീ ബേജാറാവണ്ട. അതെന്താണ്? ഒരു അധ്യാപകനിൽ നിന്നൊരു വിദ്യാർത്ഥിക്ക് കിട്ടുന്ന ഒരു മാനസികമായ ധൈര്യമാണത്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് മറന്നു പോകുക, എൻ്റെ ഉമ്മത്തിന് ഇത് കേൾപ്പിക്കേണ്ട വലിയ ഭാരമാണല്ലോ എന്നെ ഏൽപ്പിക്കുന്നത്, എൻ്റെ എന്തെങ്കിലും പോരായ്മ കൊണ്ട് ഇത് ഉമ്മത്തിന് നഷ്ടമാകുമോ എന്ന് പേടിച്ചിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ ഹൈ സ്പീഡിൽ ഇതിങ്ങനെ മനഃപ്പാടമാക്കാനും ചൊല്ലാനും ഒക്കെ തയ്യാറാകുമ്പോഴാണ് റബ്ബ് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ ആയത്തായിട്ട് തന്നെ വേറെയാണ് പറഞ്ഞു കൊടുക്കുകയാണ്. ബേജാറാവണ്ട, അതൊക്കെ ഹക്കീമും അലീമുമായ അള്ളാഹുവിങ്കൽ നിന്നാണ് നിങ്ങൾ ഏറ്റുവാങ്ങുന്നത് എന്ന് കൃത്യമായിട്ട് തന്നെ. അപ്പോൾ ഓരോ നിയമങ്ങളിലും ഉണ്ടാകും ഓരോ യുക്തി. ശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന എല്ലാ നിയമങ്ങളുടെ പിന്നിലും എന്തുണ്ടാകും? യുക്തി ഉണ്ടാവും. ചിലത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നുള്ളൂ. നമുക്ക് മനസ്സിലാവാത്തത് യുക്തിഭദ്രം അല്ല എന്ന് പറയാൻ പറ്റൂല, നമുക്ക് തിരിഞ്ഞില്ല. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, ത്വാസീൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, അതിനൊന്നും ഒരു അർത്ഥമല്ല എന്ന് പറയരുത്. അർത്ഥമുണ്ട്, നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടില്ല. നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതിനൊന്നും അർത്ഥശൂന്യമായ പദങ്ങളാണത് എന്നൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഹിക്മത്ത് നമ്മൾ തിരഞ്ഞെടുന്നാൽ നമുക്ക് മനസ്സിലാവില്ല. ഓരോരുത്തരും ഇങ്ങനെ എല്ലാത്തിനും ഹിക്മത്ത് ചോദിക്കും. എന്താ ഇപ്പം ആണുങ്ങൾക്ക് സ്വർണം ഹറാമാണെന്നും പെണ്ണുങ്ങൾക്ക് സ്വർണം ഹലാലാണെന്നും പറയണേ, എന്താ ഇപ്പം അതിൻ്റെ ഹിക്മത്ത്? ആദ്യത്തെ ഹിക്മത്ത് അള്ളാഹ് അങ്ങനെ പറഞ്ഞത്, അള്ളാഹിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞത് തന്നെയാണ്. ബാക്കി ഹിക്മത്ത് നമുക്ക് തിരിഞ്ഞാലും തിരിഞ്ഞില്ലെങ്കിലും ഹിക്മത്തിനനുസരിച്ചേ നമ്മൾ കാര്യങ്ങൾ ഉൾക്കൊള്ളൂ എന്നുണ്ടെങ്കിൽ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു എന്താ പറഞ്ഞത്? ലൗകാന ദീനു, മതം നമ്മുടെ യുക്തിക്കനുസരിച്ചായിരുന്നുവെങ്കിൽ നമ്മൾ സോക്സിൻ്റെ ഏത് ഭാഗത്തായിരുന്നു തടവേണ്ടിയിരുന്നത്? അടിഭാഗത്ത്. കാരണം നടക്കുമ്പോൾ പൊടി അഴുക്കൊക്കെ അവിടെ അല്ലേ വരിക. പക്ഷേ കാല് കഴുകുന്നതിന് പകരം സോക്സ് തടവുമ്പോൾ നമ്മൾ തടവുന്നത് എവിടെയാ? മുകൾ ഭാഗത്ത്. എന്താ പൈലൊരു യുക്തി ഉള്ളത്? അപ്പോൾ നമുക്ക് തിരിഞ്ഞതും തിരിയാത്തതും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഹക്കീമായ അള്ളയാണ്, ഹിക്മത്തുടയവനായ അള്ളാഹ്, അലീമായ അള്ളയാണ് ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അതിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് മനസ്സിലായില്ല എന്ന് വെക്കല്ലാതെ ഇസ്ലാമിൻ്റെ ഇന്ന ഒരു നിയമം യുക്തിഭദ്രമല്ല, കാലോചിതമല്ല എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. അതാണ് ബില്ലദുൻ ഹക്കീമിൻ അലീം എന്ന് അല്ലാഹു തആല പറഞ്ഞു.